Hi dear students, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ഒരു മൂഡിലാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ നമ്മുടെ ബയോളജി ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി നിങ്ങളൊരു ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മൊത്തം ചാപ്റ്റേഴ്സ് നമുക്ക് ഈ ഓൺലൈനിലൂടെ കവർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഭാഗങ്ങളിലൂടെ പ്രതീക്ഷിക്കാവുന്ന ചില ആസ്പെക്ട്സിലൂടെ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ പല കാറ്റഗറി ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിലൂടെ തന്നെ തരേണ്ടത്. ഒന്ന് A+ൻ്റെ അറ്റത്ത് നിൽക്കുന്ന ചില കുട്ടികളുണ്ട്, അവർ ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും. ചിലവരെ സംബന്ധിച്ചിടത്തോളം A+ ആവാനായിരിക്കാം. ചിലവർ വളരെ കുറച്ച് ബാക്കിൽ നിൽക്കുന്ന ആളുകൾ കുറച്ചും കൂടെ മാർക്ക് കൂട്ടാൻ ഉള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്ക് കഴിയുന്നത്ര അങ്ങോട്ട് നീങ്ങാം, പറ്റുന്ന അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലാൻ കിങ്ഡത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ചാപ്റ്ററാണ്. പ്ലാൻ കിങ്ഡത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ പ്ലാന്റ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ദർ ആർ ഫ്ലവറിങ് പ്ലാന്റ്സ് ആൻഡ് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലേ. ക്രിപ്റ്റോഗെയിംസ് ആൻഡ് ഫാനറോഗെയിംസ് എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് നമ്മൾ പ്ലാൻ കിങ്ഡത്തിനെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതിൽ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ആൽഗെ അല്ലേ, ആൽഗെ, ദെൻ ബ്രാഫൈറ്റ്സ്, ദെൻ ടെറിഡോഫൈറ്റ്സ്, ദെൻ ജിംനോസ്പേംസ് എന്നുള്ള കാറ്റഗറിയാണ് അതിനകത്ത് വരിക. എന്നാൽ ഫ്ലവറിങ് പ്ലാന്റ്സിൽ വരുമ്പോൾ ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്യും. ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഓർ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഓഫ് ആൽഗെ, ദെൻ വാട്ട് ഈസ് എ ബ്രയോഫൈറ്റ് ഗ്രൂപ്പ്, then what are the characters of pteridophytes, then gymnosperms. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടത്. ഇതിൽ നമ്മുടെ ഒരു എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും 2-3 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്ത് സാധാരണഗതിയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Complete the given table of algal divisions and their main characteristics by filling A, B, C and D. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു കാണും സ്ലൈഡിൽ. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്? ഫസ്റ്റ് ഗ്രൂപ്പിൽ എന്താണ് ആ പെർട്ടിക്കുലർ ആൽഗ വരുന്ന ഗ്രൂപ്പിൻ്റെ പേര്. ദെൻ what are the pigments. The next one is what are the different reserve foods. So ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട് ഡിവിഷൻസ് ഓഫ് ആൽഗെ ആൻഡ് ദിയർ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ തന്നെ അത് നോട്ട് ചെയ്ത് പോവാം. അപ്പോൾ ആ ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് കാണാം ഇന്ന ആൽഗെ, അതായത് ആൽഗയുടെ പേര്. ഫോർ എക്സാമ്പിൾ ക്ലോറിഫൈസി, ദാറ്റ് മീൻസ് ഗ്രീൻ ആൽഗെ. അതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ഗ്രീൻ ആൽഗയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫയോഫൈസി. ഫയോഫൈസി എന്ന് പറയുമ്പോൾ ബ്രൗൺ ആൽഗെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റോഡോഫൈസി, ദാറ്റ് ബിലോങ്സ് ടു റെഡ് ആൽഗെ. സോ ദ ആൽഗൽ ഗ്രൂപ്പ് ഈസ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദിയർ പിഗ്മെൻറ്റ്സ് അല്ലേ. പിഗ്മെൻറ്റുകളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ആൽഗയെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഒന്നും ഇപ്പം നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്കറിയാം എന്താണ് ആൽഗെ. ദെയർ ബോഡി ഈസ് താലോയിഡ് ഇൻ നേച്ചർ, താലസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബോഡിയാണ്. ദെൻ നമുക്ക് ഒരു പ്ലാന്റിൽ പെടുത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വേരിയസ് പിഗ്മെൻറ്റ്സ്, എസ്പെഷ്യലി സർട്ടൻ ആൽഗെ ക്യാരീസ് ഗ്രീൻ പിഗ്മെൻറ്റ്സ്. നമുക്കറിയാം ആൽഗയുടെ ഒരു പ്രാധാന്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ദേ ആർ മെയിൻലി ഗ്രോയിങ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ജീവിക്കുന്നവരുണ്ട്, പല കണ്ടീഷൻസിൽ ജീവിക്കുന്നവരുണ്ട്. ബട്ട് മെയിൻലി ദേ ആർ അക്വാട്ടിക് ഇൻ നേച്ചർ. അക്വാട്ടിക് എന്ന് പറയുമ്പോൾ തന്നെ ദേ ക്യാൻ ബി സീൻ ഇൻ ദ ഫ്രഷ് വാട്ടർ ആൻഡ് ഓൾസോ ഇൻ ദ മറൈൻ ഹാബിറ്റാറ്റ്. സം ക്യാൻ ബി സീൻ ഇൻ ദ ബ്രാക്കിഷ് വാട്ടർ. ഇങ്ങനെ പല കണ്ടീഷൻസിൽ നമുക്ക് ആൽഗകളെ കാണാൻ കഴിയും
അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എവിടേക്കാണ് നോർമലി നമുക്ക് കാണാൻ പറ്റുന്ന ആൽഗകൾ ഏതൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആൽഗയ്ക്ക് പ്രത്യേക പേര് വരാൻ കാരണം? അപ്പോൾ ഈ ടേബിൾ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ ടേബിളിലേക്കൊന്ന് നോക്കുക. ഫസ്റ്റ് ടേബിളിൽ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ക്ലോറോഫൈസി എന്നാണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ കോമൺ നെയിം ഓഫ് ക്ലോറോഫൈസി? ഗ്രീൻ ആൽഗെ അല്ലേ? ഗ്രീൻ ആൽഗയാണ് ക്ലോറോഫൈസിയുടെ കോമൺ നെയിം. ദെൻ അതിലെ മേജർ പിഗ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദ പിഗ്മെൻറ്റേഷൻ, അതിലെ ക്ലോറോഫൈസിയൻ മെമ്പേഴ്സിൽ പ്രധാനമായിട്ടും ക്ലോറോഫിൽ എ ആൻഡ് ബി. നമുക്കറിയാം ക്ലോറോഫിൽ പിഗ്മെൻറ്റ് ഇസ് വെരി എസെൻഷ്യൽ ഫോർ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് അല്ലേ? ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ പ്ലാന്റ്സിനെ ദേ ആർ നെയ്മഡ് ആസ് പ്രൊഡ്യൂസേഴ്സ്, അവർക്ക് ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അപ്പോൾ ഈ ആൽഗകളും എന്താണ് ഈ മറൈൻ ഇക്കോസിസ്റ്റത്തിലെ അല്ലെങ്കിൽ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ, ജനറലി വി ക്യാൻ സേ അക്വാട്ടിക് സിസ്റ്റത്തിലെ പ്രധാനമായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സിൽ വരാൻ കാരണം അപ്പോൾ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്ലോറോഫിൽ എ ആൻഡ് ബി പിഗ്മെൻറ്റ്സ് ആണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. Then what is their stored food? Their stored food is starch. സ്റ്റാർച്ചാണ്. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ പോലെ തന്നെ ക്ലോറോഫിൽ എയും ബിയും ഉള്ളത് കൊണ്ട് അവരുടെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് സ്റ്റാർച്ചാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനിലുള്ളത് എന്താണ്? ക്ലോറോഫൈസി കൊടുത്തിട്ടുണ്ട്, ക്ലോറോഫിൽ എ ബി കൊടുത്തിട്ടുണ്ട്, ദെൻ സി പാർട്ടിൽ ഡാഷ് ആണ് കൊടുത്തിട്ടുള്ളത്. സി പാർട്ടിൽ ഡാഷ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ എഴുതേണ്ടത് സ്റ്റാർച്ച് എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ചിലപ്പോൾ എന്തായിരിക്കാം, പിഗ്മെൻറ്റിൻ്റെ ഭാഗത്തായിരിക്കാം ഒഴിഞ്ഞിട്ടിട്ടുണ്ടാവുക, ചിലപ്പോൾ ക്ലോറോഫൈസി എന്നുള്ള ഭാഗത്തായിരിക്കാം സ്പേസ് ഉണ്ടാവുക. അപ്പോൾ അതാണ് ആയിരിക്കണം നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ബിലോങ്സ് ടു ഫയോഫൈസി. ഫയോഫൈസിയിൽ ദേ ആർ കോമൺലി നോൺ ആസ് ബ്രൗൺ ആൽഗെ. ബ്രൗൺ ആൽഗെ എന്ന് പറയുമ്പോൾ ഡ്യൂ ടു സർട്ടൻ പിഗ്മെൻറ്റ്സ്, ഏതാണ് അവയിലെ പ്രധാനപ്പെട്ട പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? ക്ലോറോഫിൽ എ, ദെൻ ക്ലോറോഫിൽ സി, ദെൻ ഫ്യൂക്കോസാൻഡിൻ. ഫ്യൂക്കോസാൻഡിൻ എന്ന് പറയപ്പെടുന്ന പിഗ്മെൻറ്റ്, ദെൻ ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ സി. പിന്നെ അതിലെ പ്രധാനപ്പെട്ട റിസർവ് ഫുഡാണ് ലാമിനാരിൻ മാനിറ്റോൾ എന്നറിയപ്പെടുന്ന 2 റിസർവ് ഫുഡുകൾ. അവർ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഈ ലാമിനാരിൻ മാനിറ്റോൾ എന്നുള്ള രീതിയിലാണ് ഇവരുടെ സ്റ്റോറേജ് ഓഫ് ഫുഡ്. അപ്പോൾ നമ്മൾ ഈ ക്ലോറോഫൈസിയൻ മെമ്പേഴ്സ് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫയോഫൈസിയിൽ പറഞ്ഞു എങ്കിൽ ഒന്നുകൂടെ ഞാൻ ക്ലോറോഫൈസിയിലേക്ക് ഒന്നുകൂടെ പോവുകയാണ്. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ചിത്രമുണ്ട്, പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ ബയോളജി എക്സാമിനേഷന്, ബോട്ടണി എക്സാമിനേഷന് നിങ്ങൾ ഒരു പിക്ചറും ഒഴിവാക്കി വിടണ്ട. കാരണം എന്താ വെച്ചാൽ അതിൽ നിന്ന് ചിലപ്പോൾ പിക്ചർ കൊടുത്തിട്ട് അത് ലാബിൽ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒക്കെ വരാം. അപ്പോൾ ഇതിനകത്ത് ഗ്രീൻ ആൽഗെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കുറേ കോളനി ആയിട്ട് റൗണ്ട് ആയിട്ടുള്ളൊരു ചിത്രം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഏതാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ ആൽഗെ വോൾവോക്സ് എന്ന് പറയുന്ന കൊളോണിയലായിട്ട് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൽഗകളാണത്. ഓക്കെ, പിന്നെ കൊടുത്തിട്ടുള്ളത് ക്ലാമിഡോമോണാസ് എന്ന് പറയുന്ന ഒരു ആൽഗയാണ്. ഫ്ലെജല്ലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഫ്ലെജല്ല ആണ് അതിൽ അങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നത്, ക്ലാമിഡോമോണാസ്. ദെൻ അനദർ വൺ ഈസ് ക്യാര എന്ന് പറയുന്ന മറ്റൊരു ഗ്രീൻ ആൽഗെ. അപ്പോൾ ഈ 3 ഗ്രീൻ ആൽഗകളുടെ പേരാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഗ്രീൻ ആൽഗെ എന്താ നമ്മൾ പഠിച്ചു. ദാറ്റ് മീൻസ് അതിൻ്റെ താലോയിഡ് ബോഡി ഉണ്ട്, അൺഡിഫറൻഷ്യേറ്റഡ് ആണ്, ദർ ഇസ് നോ ഡിഫറൻസിയേഷൻ ഇൻ ടു പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ്, അങ്ങനത്തെ ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. ബട്ട് ദ ബിലോങ്സ് ടു കിങ്ഡം പ്ലാന്റ്. അപ്പോൾ അതിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സർട്ടൻ പിഗ്മെൻറ്റ്സ്, എസ്പെഷ്യലി ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ ബി, ആൻഡ് ദേ റിസർവ് ദെയർ ഫുഡ് ആസ് സ്റ്റാർച്ച്. സ്റ്റാർച്ചായിട്ട് ഫുഡ് സ്റ്റോർ ചെയ്യും. എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ട വോൾവോക്സ്, ദെൻ ക്ലാമിഡോമോണാസ്, ദെൻ ക്യാര. ഇത് 3 ഒന്നും മനസ്സിലാക്കി വെക്കുക, കാരണം ചിലപ്പോൾ അതിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വരാം. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഫയോഫൈസി മെമ്പർ ആയിരുന്നു. അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ദേ ആർ നെയിംഡ് ആസ് ബ്രൗൺ ആൽഗെ. ആ ബ്രൗൺ ആൽഗയിൽ നമ്മൾ നോക്കേണ്ട എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിലേക്കൊന്ന് നോക്കുക. ലാമിനാരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, മറ്റൊന്ന് ഫ്യൂക്കസ് എന്ന് പറയുന്നത് കാണാം, മറ്റൊന്ന് ഡിക്റ്റിയോട്ട. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ എക്സാമിനേഷൻ ചോദിക്കാറുണ്ട് ഇവരുടെ ഒരു സ്ട്രക്ചർ. ഇവിടെ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കാണാം ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവിടെ നിങ്ങൾക്ക് കാണാം.
ദെൻ അതേപോലെ തന്നെ ഫ്രോണ്ട് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ദെൻ സ്റ്റൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു തണ്ട്, ദെൻ അറ്റാച്ച് ചെയ്യാൻ എവിടെയാണോ ഇതൊക്കെ പല പാറയുടെ മുകളിലോ അല്ലെങ്കിൽ അണ്ടർ ദ സീലൊക്കെ ഫൈഫൈസിയൻ മെമ്പേഴ്സ് ബ്രൗൺ ആൽഗയൊക്കെ അധികം മറൈൻ ഹാബിറ്റാറ്റിൽ കാണുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്തിനെങ്കിലും മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കാം, റോക്കി സർഫസിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കാം കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ സ്ട്രക്ചറുകളെയാണ് നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചേഴ്സും കൂടെ നമ്മളവിടെ അറിഞ്ഞിരിക്കണം. പിന്നെ അവരുടെ റിസർവ് ഫുഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ഓക്കെ, ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഇസ് റോഡോഫൈസി. റോഡോ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു കളർ നമുക്ക് വരുന്നുണ്ട്, ദാറ്റ് മീൻസ് ദ റെഡ് കളർ അല്ലേ. അപ്പോൾ റെഡ് കളർ കൊടുക്കുന്ന അല്ലെങ്കിൽ റെഡ് കളർ കാണിക്കുന്ന ആൽഗകളെയാണ് നമ്മൾ റോഡോഫൈസിയൻ മെമ്പേഴ്സ് എന്ന് പറയുക. നിങ്ങൾ കോളത്തിലേക്കൊന്ന് നോക്കുക, എന്താണ് അതിലുള്ളത്. ഒന്ന് എയർ കോമൺ നെയിം ഈസ് റെഡ് ആൽഗെ, ദെൻ ദേ കണ്ടെയ്ൻ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ഡി, ദെൻ ഫൈക്കോ എറിത്രിൻ. ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന സ്പെഷ്യൽ പിഗ്മെൻറ്റ്സ് അതിനകത്തുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദെയർ റിസർവ് ഫുഡ്. അവരുടെ റിസർവ് ഫുഡാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ശ്രദ്ധിക്കണം, എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത് റെഡ് ആൽഗയുടെ റിസർവ് ഫുഡാണ്. ഇനി അവരുടെ 2 എക്സാമ്പിൾസും കൂടെ നോക്കുക. നമ്മുടെ ആ ചിത്രത്തിൽ കാണാം. വൺ എക്സാമ്പിൾ ഇസ് പോർഫൈറ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് പോളിസൈഫോണിയ. പോളിസൈഫോണിയൊക്കെ കുറേ അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന റോഡോഫൈസിയൻ മെമ്പേഴ്സാണ്. അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഗ്രൂപ്പിൽ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പോളിസൈഫോണിയൊക്കെ. നമ്മൾ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ ഫീച്ചേഴ്സൊക്കെ നോക്കുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകണ്ട, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ബേസിക്കലി ആൽഗയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു കോളം നിങ്ങൾ കൃത്യമായി പഠിക്കണം, ഈ പിക്ചേഴ്സ് പഠിക്കണം, എക്സാമ്പിൾസ് പഠിക്കണം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. ആൽഗെ ആർ യൂസ്ഫുൾ ടു മാൻ ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. സജസ്റ്റ് എനി 4 യൂസസ് ഓഫ് ആൽഗെ. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് കാണേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ദേ കണ്ടെയ്ൻ ക്ലോറോഫിൽ ആസ് ദെയർ മെയിൻ പിഗ്മെൻറ്റ് അല്ലേ. എല്ലാ പിഗ്മെൻറ്റിൻ്റെ കൂടെയും എന്തുണ്ട്, മെയിനായിട്ടും ക്ലോറോഫിൽ പിഗ്മെൻ്റ് ഉണ്ട്. സോ ദേ ക്യാൻ ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്, ദാറ്റ് ഇസ് വൈ ദേ ബിലോങ്സ് ടു കിങ്ഡം പ്ലാന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ദേ കൺസിഡേർഡ് ആസ് എ മേജർ സോഴ്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. അല്ലെങ്കിൽ അവരാണ് പ്രൊഡ്യൂസേഴ്സ്, ഈ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസേഴ്സിൽ ഒരു വലിയ ഭാഗവും ഇവരാണ് എന്ന് നമുക്ക് പറയാം. ആൽഗൽ ഗ്രൂപ്പ്, അതാണ് അതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ്. പോർഫൈറ, ലാമിനാരിയ, സർഗാസം, ഇത്തരത്തിൽ ഈ പേരിൽ അറിയപ്പെടുന്ന ചില ആൽഗകൾ ദേ ആർ കൺസിഡേർഡ് ആസ് എ വെരി റിച്ച് സോഴ്സ് ഓഫ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവയെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ പ്രോട്ടീൻ പൗഡേഴ്സിൽ, എനർജി റിച്ച് കോമ്പൗണ്ട്സിലൊക്കെ ഇത്തരം ആൽഗകളെ നമ്മൾ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. Certain marine brown and red algae, they are used as hydrocolloids. അതിൽ തന്നെ ആൽജിൻ ആൻഡ് കരാജിൻ ആർ യൂസ്ഡ് കൊമേഴ്ഷ്യലി. ജെലീഡിയം ഗ്രാസിലേറിയ എന്നറിയപ്പെടുന്ന ഈ ചില റെഡ് ആൽഗകളിൽ നിന്നും അവയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അഗാർ, അത് നമ്മൾ പല മീഡിയാസായിട്ട് നമ്മുടെ ബയോടെക്നോളജിയിലൊക്കെ പ്രധാന മീഡിയ പ്രിപ്പറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്. അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൽഗകളാണ് ഈ പറഞ്ഞ ഗ്രാസിലേറിയ, ജെലീഡിയം ഒക്കെ. ആൻഡ് ദേ ആർ ഓൾസോ യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. ഇപ്പം നമ്മൾ പുഡിംഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു നല്ല ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ആൽഗയിൽ നിന്നും കിട്ടുന്ന ചില പ്രോഡക്ട്സുകളാണ്. അതുപോലെ യൂണിസെല്ലുലാർ ആൽഗകളായിട്ടുള്ള ക്ലോറില്ല, സ്പൈറുലിന ഇവയൊക്കെ സ്പേസ് ട്രാവലേഴ്സൊക്കെ പ്രോസസ്ഡ് ഫുഡായിട്ട് ഒക്കെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സ്പേസ് ട്രാവലേഴ്സ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പ്രോസസ്ഡ് ഫുഡിൽ പെട്ട മെയിനായിട്ടുള്ള 2 ആൽഗകളാണ് സ്പൈറുലീന, അതേപോലെ തന്നെ ക്ലോറില്ല.
അപ്പോൾ ഇവ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണ്. അതായത് ഭക്ഷണത്തിന് പകരം നമുക്കറിയാലോ സ്പേസ് ട്രാവലേഴ്സിന് ഒരിക്കലും നമ്മൾ കഴിക്കുന്ന പോലെ ദോശയോ ഇഡ്ഡലിയോ അങ്ങനെയുള്ളതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ. അവരെന്നെ അങ്ങനെ പറന്ന് നടക്കുന്ന ഒരു രീതിയിലായിരിക്കും. അപ്പോൾ അവരുടെ ഫുഡ് ടാബ്ലറ്റ്സുകളായിട്ടും പല രീതിയിലൊക്കെയാണ് അവർ ഫുഡ് ഉപയോഗിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇങ്ങനെയുള്ള ആൽഗകളിൽ നിന്നൊക്കെയുള്ള പ്രോഡക്റ്റ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ എന്നുള്ളതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആൽഗ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആ കോളം പഠിക്കണം. മറ്റ് എക്സാമ്പിൾസ് ഇപ്പോൾ കോളത്തിൽ തന്നെ എന്താണ് പേര്, എന്താണ് കോമൺ നെയിം, ഏതാണ് റിസർവ് ഫുഡ്, ഏതാണ് പിഗ്മെൻറ്റ്, ദെൻ എക്സാമ്പിൾസ് ഓൾസോ. ഓരോ ഗ്രൂപ്പിലുമുള്ള എക്സാമ്പിൾസും കൂടെ അതിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ട് നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കണം. ദെൻ അതിൻ്റെ കൂടെ പഠിക്കേണ്ടത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ എന്നുള്ളതിൻ്റെ കുറച്ച് ഒരു 3-4 പോയിൻറ്റ്സ് അതും പഠിക്കാം. ഇത്രയുമാണ് സാധാരണ ആൽഗയുടെ ഭാഗത്തുനിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ ചോദിക്കാറുണ്ട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ എന്നുള്ളത്. റീപ്രൊഡക്ഷനിൽ മെയിനായിട്ട് നമ്മൾ കാണുന്നത് വെജിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട്. ദേ പ്രൊഡ്യൂസ് അസെക്ഷുവലി ബൈ മീൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോസ്. പലതരം സ്പോസ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഫ്രാഗ്മെൻറ്റേഷൻ കാണാറുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ്. ദറ്റ് മേ ബി ഐസോഗമി, അനൈസോഗമി, ഊഗമി. അപ്പോൾ അത് പലതിലും നമ്മൾ പറയുന്ന കോമൺലി ഡിസ്കസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ജനറലി ചോദിക്കാം എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുകയെന്ന് മാത്രം. ഐസോഗമി മീൻസ് ഫ്യൂഷൻ ഓഫ് സിമിലർ ഗാമേറ്റ്സ്. അനൈസോഗമി എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഗാമേറ്റ്സ്. ഓ സംടൈംസ് ഊഗാമസ്. ഊഗമി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് എന്താ പറയുക മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്നതിൽ മെയിൽ സ്മോളും ലാർജ് ഇൻ നമ്പറും ആയിരിക്കാം. അതേപോലെ തന്നെ ഫീമെയിൽ എന്ന് പറയുന്നത് ലാർജും നോൺ മോട്ടൈലുമായിരിക്കാം അല്ലേ. അതേപോലെ മെയിൽ എന്താണ് മോട്ടൈലുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ക്യാരക്ടേഴ്സ് ഈ പറയുന്ന ആൽഗകളിൽ നമുക്ക് കാണുന്നതാണ്. സ്പെഷ്യലി ദി പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോസ്. അല്ലെങ്കിൽ ഫ്യൂഷൻ നടക്കും. ഫ്യൂഷൻ പല ഗ്രൂപ്പുകളിലും ഫ്യൂഷൻ തന്നെയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് മെയിൻലി വി ക്യാൻ സീ ഇൻ ദ കേസ് ഓഫ് ആൽഗെ. ഇത്രയും കാര്യങ്ങളാണ് ആൽഗെ പോർഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ബ്രയോഫൈറ്റ്സിൽ നിന്ന് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടുള്ള. ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം ഇസ് യൂസ്ഡ് ടു ഡിനോട്ട് എ സ്പെസിഫിക് ഗ്രൂപ്പ് ഇൻ പ്ലാൻ കിങ്ഡം. നെയിം ദ പ്ലാൻ ഗ്രൂപ്പ് ആൻഡ് ലിസ്റ്റ് എനി 3 വെജിറ്റേറ്റീവ് ഓർ റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് ഓഫ് ദാറ്റ് പ്ലാൻ ഗ്രൂപ്പ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്നാണ്. ഇവിടെ നമ്മൾ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നാൽ ഏതാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ബ്രയോഫൈറ്റ എന്നാണ്, അല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സ് എന്നുള്ളതാണ്. വൈ ദേ ആർ നെയ്മഡ് ആസ് ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം? എന്തുകൊണ്ടാണ് അവരെ ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്ന് വിളിക്കാൻ കാരണം? പ്രധാനമായിട്ടും എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദ നീഡ് ആംഫീബിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർ വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവരെയാണ് പൊതുവേ നമ്മൾ ആംഫീബിയൻ എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ആംഫീബിയൻ എന്ന് പറയാൻ കാരണം ദ നീഡ് ബോത്ത് വാട്ടർ ആൻഡ് സോയിൽ ഫോർ കംപ്ലീറ്റിംഗ് ദർ ലൈഫ് സൈക്കിൾ. അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് വാട്ടറും അതേപോലെ തന്നെ പിന്നെ സോയിലും അത്യാവശ്യമാണ്. അപ്പോൾ സോയിലിൽ ആണ് അവർ നോർമലി, സോയിൽ എന്ന് പറയുമ്പോൾ റോക്കി സർഫസ്, മതിലിൻ്റെ മുകളിൽ ചിലപ്പോൾ ഏതെങ്കിലും പ്ലാന്റിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മളിവരെ കാണുക നോർമലി. പിന്നെ അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സ്റ്റേജ് ആവുന്ന സമയത്ത് അവർ നോർമലി അത് റെയിനി സീസണിൽ അല്ലെങ്കിൽ വാട്ടർ ഇസ് വെരി എസെൻഷ്യൽ ആണ്. എന്തിനാണ് വാട്ടർ എസെൻഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗ്യാമേറ്റുകൾക്ക് മൂവ് ചെയ്യാൻ വാട്ടർ മീഡിയം ആവശ്യമാണ്. അപ്പോൾ മൂവ് ചെയ്ത് മെയിൽ പാർട്ടിൽ നിന്നും ഫീമെയിൽ പാർട്ടിലേക്ക് എത്താൻ ദേ നീഡ് എ മീഡിയം. ദാറ്റ് മീഡിയം ഈസ് വാട്ടർ. അപ്പോൾ അവിടെ വെള്ളം വേണം. അപ്പോൾ ആ വാട്ടർ ഉണ്ടെങ്കിലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സാധാരണ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാനത് ആദ്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമ്മൾ ബ്രയോഫൈറ്റയിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, അവരിൽ പ്രധാനമായിട്ടും 2 ഫേസ് ഓഫ് ഗ്രോത്ത് ഉണ്ട്. വൺ ഈസ് കോൾഡ് ഗാമറ്റോഫൈറ്റ് ഫേസ്, അനദർ വൺ ഈസ് സ്പോറോഫൈറ്റ് ഫേസ്. 2 ഫേസസ് ആണ് അവരിൽ സാധാരണയായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഒന്ന് ഗാമറ്റോഫൈറ്റ് എന്ന് പറയുമ്പോൾ ഗാമേറ്റ് ക്യാരിയിങ് സ്റ്റേജാണ്. ദെൻ സ്പോറോഫൈറ്റ് എന്ന് പറയുമ്പോൾ സ്പോർ ബാരിങ് സ്റ്റേജാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, ഏത് സ്റ്റേജാണ് ബ്രയോഫൈറ്റിൽ ഡോമിനൻറ്റ്? ഡോമിനൻറ്റ് സ്റ്റേജ് എപ്പോഴും ബ്രയോഫൈറ്റിൽ ഗാമറ്റോഫൈറ്റ് ആണ്.
അപ്പോൾ ബ്രയോഫൈറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് റിക്സിയ, മാർക്കാൻഷ്യ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോസസ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. അപ്പോൾ ഇവരൊക്കെ നമ്മൾ സാധാരണ കാണുന്നത് മഴക്കാലത്താണ് കൂടുതലായിട്ടും കാണുക. മഴ കഴിഞ്ഞ് എന്താ പറയുക, നമ്മൾ വെയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമ്മർ സീസണിൽ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ഒരു സ്റ്റേജ് സ്പോർ ബെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോറ് അവിടെ അങ്ങനെ കിടക്കും. ഗേമറ്റോഫൈറ്റും സ്പോറോഫൈറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്പോറുകൾ അവിടെ അങ്ങനെ അടിഞ്ഞു കിടക്കും. പിന്നെ അത് ഫേവറബിൾ കണ്ടീഷൻസ് വരുന്ന സമയത്താണ് അത് റിട്ടേൺ ആവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്ന ലൈഫ് സൈക്കിളിൻ്റെ 2 ഭാഗങ്ങളാണ്. വൺ ഈസ് സ്പോറോഫൈറ്റ്, അനദർ വൺ ഈസ് ഗാമറ്റോഫൈറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ സെയിം സംഭവത്തിൽ നമുക്ക് പറയാൻ പറ്റും ഇതിൽ മെയിനായിട്ട് നമ്മൾ പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. വൺ ഈസ് കാൾഡ് ലിവർ വേർട്ട്, അനദർ വൺ ഈസ് മോസ്. അവിടെ തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ലിവർ വേർട്ട്, എന്താണ് മോസ്? സാധാരണഗതിയിൽ ലിവർ വേർട്ട്സ് നമ്മൾ കാണുന്നത് മോയിസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡി പ്ലേസസിലൊക്കെ നമ്മൾ കാണുന്ന ഗ്രൂപ്പാണ് ഈ പറയുന്ന ലിവർ വേർട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കാണുന്ന റിക്സിയ, മാർക്കാൻഷ്യ ഒക്കെ ഇങ്ങനെ വളരെ ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ വളരെ അറ്റാച്ച്ഡ് സ്പോഞ്ചി ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരിൽ മെയിനായിട്ടും എങ്ങനെയാണ് അവരുടെ ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇതൊരു ഗ്രീൻ കളർ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഒരു പ്ലാന്റിൻ്റെ റൂട്ടോ ലീഫോ സ്റ്റെം ഹാബിറ്റ്സ് ഒന്നും നമുക്കവിടെ കാണില്ല. ഒരു താലോയിഡ് ആയിട്ടുള്ള ഒരു ബോഡി, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുഷൻ ലൈക്ക് താലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുക. പിന്നെ അവയിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചില സ്പോസാണ്, അവരുടെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ആണ്. ഇവയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ആ താലസിൻ്റെ ഒരു പോർഷൻ അവിടുന്ന് മുറിച്ചെടുത്തിട്ട് വേറൊരു ഭാഗത്ത് അത് പ്ലേസ് ചെയ്താൽ അവിടെയും ഫേവറബിൾ കണ്ടീഷൻ വന്നാൽ അത് അവിടുന്ന് വളരും. ദാറ്റ് മീൻസ് ഫ്രാഗ്മെൻറ്റേഷൻ ഇവിടെ പോസിബിൾ ആണ്. ഇനി എന്താണ് അവയിലെ വേറൊരു സ്പെഷ്യൽ സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് ജെമ്മെ. ആ ജെമ്മെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് കാൾഡ് ജെമ്മെ കപ്സ്. എന്താണ് ജെമ്മെ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജെമ്മെ കപ്സ് ആർ the green multicellular asexual buds which develop in small receptacle called Jemme cups located on the thalli. അപ്പോൾ നമ്മുടെ ആ ശരീരഭാഗത്തിന് പറയുന്നത് താലസ് അല്ലെങ്കിൽ താലൈ എന്നാണ്. അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചെറിയ കപ്പ് പോലെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ജെമ്മെ കപ്പ് എന്ന് പറയുക. അത് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ്. ദെൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവയിൽ വരുന്നതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ ഓർക്കേണ്ടത്, പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഏതാണ് അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, ഏതാണ് അതിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ചിത്രത്തിലേക്കൊന്ന് നോക്കാം. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഈ ജെമ്മെ കപ്പുകൾ കാണാം, കൂടാതെ ആന്ത്രീഡിയോഫോർ ആൻഡ് ആർക്കിഗോണിയോഫോർ. ആന്ത്രീഡിയോഫോർ എന്ന് പറയുന്നത് മെയിൽ സ്ട്രക്ചേഴ്സാണ്. ദേ കണ്ടെയ്ൻ ആന്ത്രീഡിയ, ഫ്ലാസ്ക് പോലുള്ള സ്ട്രക്ചേഴ്സിൽ there is a specialized structure called antheridia. They carry അല്ലെങ്കിൽ അവയിനകത്ത് ആന്ത്രോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അവയിൽ നിന്നാണ് സ്പേംസ് അല്ലെങ്കിൽ ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്യപ്പെടുക. ഓക്കെ, ദെൻ മൊട്ടൈലായിട്ടുള്ള ആന്ത്രോസോയിഡ്സ്. ദെൻ ആർക്കിഗോണിയ എന്ന് പറഞ്ഞാൽ ആർക്കിഗോണിയോഫോറിൽ ദേ ക്യാരി എ ഫ്ലാസ്ക് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഈസ് കാൾഡ് ആർക്കിഗോണിയ. അപ്പോൾ ഈ ആർക്കിഗോണിയ ഒരു ഫ്ലാസ്ക് ലൈക്ക് സ്ട്രക്ചറാണ്. അതിൻ്റെ ബേസ് ഒരു റൗണ്ട് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതിനകത്ത് ദേ ക്യാരി എഗ്ഗ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിന് എന്ത് വേണം, വാട്ടർ മീഡിയം വേണം അല്ലേ. അപ്പോൾ വാട്ടർ മീഡിയത്തിൽ അല്ലെങ്കിൽ റെയിനി സീസണിൽ വാട്ട് വിൽ ഹാപ്പൻ, ഇത് മെച്യൂർഡ് ആവുന്ന സമയത്ത് മെയിലായിട്ടുള്ള സ്ട്രക്ചറുകളായിട്ടുള്ള ആന്ത്രീഡിയോഫോറിൽ നിന്നും ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്തിട്ട് they move through the water surface and they reach inside the archegonia. ആർക്കിഗോണിയയിലെ ഫ്ലാസ്ക് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചറിലൂടെ വന്ന് they reach on the എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അവിടെ ഫ്യൂഷൻ നടക്കും, സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് പിന്നീട് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പറയുന്ന ലിവർ വേർഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മൾ കാണുന്നത്, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഗ്യാമേറ്റുകൾ ക്യാരി ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെ നമ്മൾ ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജ് എന്ന് പറയാം. അതിനുശേഷം അവയിൽ നിന്നും സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും, സ്പോർ ഫോർമേഷൻ നടക്കും. ദാറ്റ് സ്റ്റേജ് ഇസ് കോൾഡ് സ്പോറോഫൈറ്റ്.
എന്നാൽ ഈ സ്പോറോഫൈറ്റ് സ്റ്റേജുകൾ വളരെ ഡോമിനൻ്റ് ആയിട്ട് കാണുന്ന ഈ പറയുന്ന ബ്രയോഫൈറ്റിൽ തന്നെയുള്ള ഗ്രൂപ്പുകളാണ് മോസസ്. മോസസിൽ നമുക്ക് ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കാം. വളരെ കൃത്യമായിട്ട് റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വിസിബിൾ ആണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു മിനിയേച്ചർ ഫോം ഓഫ് പ്ലാന്റ് ആണെന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ മതിലിൻ്റെ മുകളിലൊക്കെ അങ്ങനെ കുഞ്ഞേ പ്ലാന്റ്സ് ആയിട്ട് നിൽക്കുന്നത് കാണാം. ദറ്റ് ആക്ച്വലി നോട്ട് ബിലോങ്സ് ടു ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസ് അല്ല, ദറ്റ് ബിലോങ്സ് ടു ബ്രയോഫൈറ്റ്സ് ആണ്. അതിൻ്റെ റെയിനി സീസൺ ആകുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്പോറോഫൈറ്റ് സ്റ്റേജ് വളരെ വിസിബിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ എന്താണ് അത്? ആ ചിത്രം ഒന്ന് നമുക്ക് നോക്കാം. മോസിൻ്റെ ഒരു സ്ട്രക്ചർ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ലാബിൽ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, ഫുഡ് സീറ്റ ക്യാപ്സ്യൂൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചോദിക്കും ഡിഫറെൻറ്റ് സ്റ്റേജസ് ഏതൊക്കെയാണ്. അപ്പോൾ ആ ലീഫ് പോലുള്ള സ്റ്റേജ് വരെ നിൽക്കുന്നതാണ് ഗ്യാമറ്റോഫൈറ്റ്. അവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുന്ന സ്റ്റേജാണ് സ്പോറോഫൈറ്റ്. ആ ചിത്രം നിങ്ങൾ പഠിക്കണം. സ്പോറോഫൈറ്റിൽ ഏതെല്ലാം ഭാഗങ്ങളുണ്ട്? അതിലുള്ള മെയിൻ ഭാഗം സീറ്റ ക്യാപ്സ്യൂളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബേസിനെ നമ്മൾ പറയും ഫൂട്ട് എന്ന് പറയും. ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ എന്നറിയപ്പെടുന്ന ഭാഗം. അപ്പോൾ ഒന്നും കൂടെ ഓർക്കുക, ഈ മോസിലാണെങ്കിലും ശരി ലിവോബേർട്ടിലാണെങ്കിലും ശരി ഇതിനകത്ത് കാണുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഗ്യാമറ്റോഫൈറ്റും മറ്റൊന്ന് സ്പോറോഫൈറ്റുമാണ്. രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. ഗ്യാമറ്റോഫൈറ്റൽ സ്റ്റേജിൽ എന്തുണ്ടാവും? പ്ലാന്റ് ഡെവലപ്പ് ചെയ്ത് ചെറിയ കുഞ്ഞിയെ പ്ലാന്റ് ഡെവലപ്പ് ചെയ്ത് മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ദറ്റ് ഈസ് ദ ഗ്യാമറ്റോഫൈറ്റ്. ആ സ്റ്റേജാണ് എന്ത് ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ദേ പ്രൊഡ്യൂസ് ഗ്യാമേറ്റ്സ്. ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഗ്യാമേറ്റുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കണം. ആന്ത്രോസോയിഡ് അല്ലെങ്കിൽ ആന്ത്രോസോയിഡ് ആണ് റിലീസ് ചെയ്യുന്നത് ഇൻസൈഡ് ദ ആന്ത്രീഡിയ. ദെൻ ഫീമെയിൽ സ്ട്രക്ചറേഴ്സ് ആർക്കിഗോണിയ. അതിനകത്ത് എഗ്ഗ് ഉണ്ടാവും, അവർ ഫ്യൂസ് ചെയ്യും. ആഫ്റ്റർ ദിസ് ദേ പ്രൊഡ്യൂസ് സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് പറയുമ്പോൾ നമ്മൾ മോസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആ മോസിന് എക്സാമ്പിൾ നമ്മൾ പഠിക്കണം. ഫ്യൂണേറിയ പോളിട്രൈക്കം ചോദിക്കാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് സ്ഫാഗ്നം. ഓക്കെ, ഇവിടെ ബ്രയോഫൈറ്റ്സിൻ്റെ കേസിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്റ്റേജ്, പെർട്ടിക്കുലർ സ്റ്റേജ് ഉണ്ട്. ദാറ്റ് സ്റ്റേജ് ഇസ് കോൾഡ് പ്രോട്ടോണീമ. ശ്രദ്ധിക്കണേ, പ്രോട്ടോണീമ സ്റ്റേജ് എടുത്ത് ചോദിക്കാറുണ്ട്. ദാറ്റ് ഇസ് സീൻ ഇൻ ദ കേസ് ഓഫ് ബ്രയോഫൈറ്റ്സ് ആണെന്ന് വളരെ ശ്രദ്ധിക്കണം. ഇതേപോലെ മറ്റൊരു സ്റ്റേജ് അടുത്ത ഗ്രൂപ്പിൽ നമ്മൾ പറയും. കൺഫ്യൂഷൻ ആവരുത്. പ്രോട്ടോണീമ എന്ന് പറയുന്ന സ്റ്റേജ് എപ്പോൾ ഉണ്ടാവുന്നതെന്ന് അറിയാം. നമ്മൾ പറഞ്ഞല്ലോ ഈ സ്പോർ ഫോർമേഷൻ നടക്കും. സ്പോറോഫൈറ്റ് ക്യാരി ചെയ്യുന്ന ക്യാപ്സ്യൂളിനകത്താണ് ഫൂട്ടസീറ്റ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞല്ലോ. ആ ക്യാപ്സ്യൂളിനകത്ത് ദേ പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് സ്പോർസ്. ആ സ്പോർ ആ ക്യാപ്സ്യൂൾ പൊട്ടിയിട്ട് അത് മെച്യൂർഡ് ആവുന്ന സമയത്ത് ക്യാപ്സ്യൂൾ പൊട്ടിയിട്ട് ക്യാപ്സ്യൂളിൽ നിന്ന് സ്പോർസ് റിലീസ് ചെയ്യും. സ്പോർ അവിടെ അങ്ങനെ കിടക്കും. ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് സ്പോർ ജെർമിനേറ്റ് ചെയ്യും. സ്പോർ ജെർമിനേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റേജാണ് പ്രോട്ടോണീമ. ദെൻ പ്രോട്ടോണീമയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു സ്റ്റേജ് കാണുന്നുണ്ട്, ദാറ്റ് ഈസ് പ്രോട്ടോണീമ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പറയുന്ന ബ്രയോഫൈറ്റ്സിൽ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആണ്. മറ്റൊന്ന് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രോട്ടോണീമ ആൻഡ് പ്രോതാലസ്. പ്രോട്ടോണീമ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, പ്രോതാലസ് നമ്മൾ നെക്സ്റ്റ് പറയും. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചില ക്വസ്റ്റ്യൻ AB കോളത്തിൽ പ്രോട്ടോണീമ എന്താണ് ചോദിച്ചിട്ടുണ്ട്, ആന്ത്രീഡിയം എന്താ ചോദിച്ചിട്ടുണ്ട്, ജെമ്മ ചോദിച്ചിട്ടുണ്ട്. ഈ മൂന്ന് ബ്രയോഫൈറ്റിൽ നിന്നാണ് ഒരു AB കോളത്തിൽ. നമ്മൾ പ്രോതാലസും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. പ്രോട്ടോണീമ എന്ന് പറയുന്നത് വീണ്ടും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആൽഗെ നമ്മൾ പറഞ്ഞു, ബ്രയോഫൈറ്റ്സ് പറഞ്ഞു. നെക്സ്റ്റ് ടെറിഡോഫൈറ്റും കൂടെ ഞാൻ പറയുകയാണ്, കാരണം നമുക്ക് കുറേ കവർ ചെയ്യാനുള്ളതുകൊണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ടെറിഡോഫൈറ്റ് കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ജിംനോസ്പേംസും ആൻജിയോസ്പേംസും പറയാം. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് ബ്രയോഫൈറ്റ്സിനെ പറഞ്ഞത്? ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന ടെറിഡോഫൈറ്റും ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം തന്നെയാണ്. പക്ഷേ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രയോഫൈറ്റ്സ് എന്ന് എഴുതിയാൽ മതി. ഇവിടെ പറയുന്നത് ഫസ്റ്റ് വാസ്കുലാർ ക്രിപ്റ്റോഗെയിംസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് ഈ പറയുന്ന ടെറിഡോഫൈറ്റ്സിനെയാണ്. എന്താണ് വാസ്കുലാർ ക്രിപ്റ്റോഗെയിംസ്? വാസ്കുലാർ സിസ്റ്റം. സോ ഫസ്റ്റ് വാസ്കുലാർ ക്രിപ്റ്റോഗെയിംസ് എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ഗ്രൂപ്പ് ടെറിഡോഫൈറ്റ്സ് ആണ്. അപ്പോൾ ഇവയിൽ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്കുലാർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലം ഫ്ലോയം, കണ്ടക്റ്റിംഗ് ടിഷ്യൂസ്, ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ടെറിഡോഫൈറ്റിലെ ചില അഡ്വാൻസ്ഡ് മെമ്പേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഈ പറയുന്ന ലാൻഡ് ഫോംസ്, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാൻ ഗ്രൂപ്പിലേക്ക് വളരെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് കാണിക്കുന്ന ഒരു ക്രിപ്റ്റോ ഗെയിമിൽ വരുന്ന ഗ്രൂപ്പാണ് ടെറിഡോഫൈറ്റ്സ്. പിന്നെ അവരുടെ രൂപം കണ്ടാലും അവരുടെ സ്ട്രക്ചർ കണ്ടാലൊക്കെ നമ്മൾ ശരിക്കും ഇതൊരു ലോവർ പ്ലാൻ ഗ്രൂപ്പാണെന്ന് നമുക്ക് തോന്നില്ല. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒരുപാടുള്ളതാണ്. ഇത് പല തരത്തിലുള്ളതുണ്ട്. നമ്മൾ ഫേൺസ് വരെ, വളരെ വലിയ ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ഫേൺസ് വരെ ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് മുതൽ അക്വാട്ടിക് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സ് മുതൽ ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ലീവ്സ് കാണിക്കുന്ന ഗ്രൂപ്പ് വരെ ഇതിനകത്ത് ഉണ്ട്. അങ്ങനെ വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ് കാണിക്കുന്ന എത്രയോ എന്താ പറയുക ലാർജ് വെറൈറ്റീസ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ടെറിഡോഫൈറ്റ്സ്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൾറെഡി ബ്രയോഫൈറ്റ്സിൽ ഡിസ്കസ് ചെയ്തു. 2 ഡോമിനൻറ്റ് ഫേസസ് ഉണ്ട്. വൺ ഈസ് കോൾഡ് ഗാമറ്റോഫൈറ്റ്, അനദർ വൺ ഈസ് സ്പോറോഫൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇൻ ദിസ് കേസ് ഓൾസോ വി ക്യാൻ സീ 2 ടൈപ്സ് ഓഫ് ഫേസസ്. വൺ ഈസ് ഗാമറ്റോഫൈറ്റ്, അനദർ വൺ ഈസ് സ്പോറോഫൈറ്റ്. നമ്മൾ ഗാമറ്റോഫൈറ്റിൽ കണ്ടു, ബ്രയോഫൈറ്റ്സിൽ കണ്ടു ഗാമറ്റോഫൈറ്റ് ഇസ് ദ ഡോമിനൻറ്റ് ഫേസ്. എന്നാൽ ഈ പറയുന്ന ടെറിഡോഫൈറ്റ്സിൽ നമുക്ക് പറയാം സ്പോറോഫൈറ്റ് ഇസ് ദ ഡോമിനൻറ്റ് ഫേസ്. സ്പോറോഫൈറ്റ് എന്ന് പറയുമ്പോൾ സ്പോർ ബാരിങ് ഫേസ്. എവിടെയാണ് ഇവരുടെ സ്പോർ ക്യാരി ചെയ്യുന്നത്? ഇവരുടെ പ്രധാനമായിട്ടുമുള്ള റീപ്രൊഡക്റ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് ബൈ മീൻസ് ഓഫ് പ്രൊഡ്യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർസ്. സ്പോറിൻ്റെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡൈവേഴ്സാണ് ഇതിൻ്റെ കേസിൽ. പല കളറുകളിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പലതരം ടെറിഡോഫൈറ്റ്സിനെ നമുക്ക് വിസിബിളാണ്. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അതിൻ്റെ സ്പോർ അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കിണറ്റിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വൈറ്റ് പൊടിയായിട്ട് നമ്മൾ സോറൈ എന്നൊക്കെ വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് ടെറിഡോഫൈറ്റ്സിൽ വരുന്നതാണ്. അത്തരത്തിൽ ഇഷ്ടംപോലെ പൊടിയായിട്ടുള്ള വൈറ്റ്, പൗഡറി, യെല്ലോ, ബ്രൗണ്, പല കളേഴ്സിലും കാണിക്കുന്ന വളരെ തിക്കായിട്ടുള്ള, എന്നാൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പാറുന്ന അത്തരത്തിലുള്ള പല തരത്തിലുള്ള സ്പോർസാണ് ഇവയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പോർ ക്യാരി ചെയ്യുന്ന ലീവ്സ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ദ ടൈപ്സ് ഓഫ് ലീവ്സ് ആർ കോൾഡ് സ്പോറോഫിൽസ്. ഇനി ലീവ്സ് തന്നെ പലതരം ഉണ്ട് കേട്ടോ. ചിലത് മൈക്രോ സ്പോറോഫിൽ ഉണ്ട്, ചിലത് മെഗാ സ്പോറോഫിൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഗാമറ്റോഫൈറ്റ് ഫേസ് ഉണ്ട്, സ്പോറോഫൈറ്റ് ഫേസ് ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗാമറ്റോഫൈറ്റും നേരത്തെ ബ്രയോഫൈറ്റ്സിൽ പറഞ്ഞ പോലെ തന്നെ ഗാമേറ്റുകളായിട്ടുള്ള സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് ബ്രയോഫൈറ്റ്സ് ദേ പ്രൊഡ്യൂസ് ആന്തേഴ്സ് അല്ലെങ്കിൽ ആന്തറോസോയിഡ്സ്, not anthers, antherozoids in the antheridia, and archegonia is present in the archegonium എന്ന് പറയുന്ന ഫീമെയിൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ആർക്കിഗോണിയത്തിൽ എന്തുണ്ടാവും? എഗ്ഗ് ഉണ്ടാവും. സോ ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്യപ്പെടും ആൻഡ് ദേ മൂവ് ത്രൂ ദ വാട്ടർ സർഫസ്. ഇവിടെയും വെള്ളം ആവശ്യമാണ്. ആൻഡ് ദർ ഫ്യൂഷൻ ഓക്കേഴ്സ്, ഫ്യൂഷൻ നടക്കും, സൈഗോട്ട് ഫോം ചെയ്യും ആൻഡ് ലേറ്റർ ദേ ഡെവലപ്പ് ഇൻ ടു സ്പോർസ്. ആ സ്പോറാണ് നമ്മൾ കാണുന്ന വെറൈറ്റി ഹാബിറ്റാറ്റ്സിലുള്ളത്. ഈ സ്പോറുകൾ ഡിസ്പേഴ്സ് ചെയ്യപ്പെടും ബൈ വിൻഡ്, വാട്ടർ, പല മീൻസിലൂടെ അത് ഡിസ്പേഴ്സ് ചെയ്യപ്പെടും. ആ ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ എങ്ങനെയാണോ ബ്രയോഫൈറ്റ്സിൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞത്, നമ്മൾ പറഞ്ഞു അല്ലേ, സ്പോറിൽ നിന്നും ഒരു സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പേര്? യെസ്, പ്രോട്ടോണീമ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ടെറിഡോഫൈറ്റിലാണെങ്കിൽ ആ സ്പോർ ഡിസ്പേഴ്സ് ചെയ്താൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്ട്രക്ചേഴ്സാണ് പ്രോതാലസ്. വളരെ ശ്രദ്ധിക്കണം, പ്രോതാലസ് എന്നറിയപ്പെടുന്ന സ്ട്രക്ചേഴ്സ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രോട്ടോണീമ ആൻഡ് പ്രോതാലസ് ചോദിക്കാറുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോട്ടോണീമ ഈസ് പ്രസൻറ്റ് ഇൻ ദ കേസ് ഓഫ് ബ്രാഫൈറ്റ്സ് ആൻഡ് പ്രോതാലസ് ഈസ് പ്രസൻറ്റ് ഇൻ ദ കേസ് ഓഫ് ടെറിഡോഫൈറ്റ്സ്. പ്രോതാലസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രീ ലിവിങ്, mostly photosynthetic, thalloid gametophytes, that is called prothallus. അപ്പോൾ ഇവയ്ക്ക് ജീവിക്കാൻ കൂൾ, ഡാംപി ആയിട്ടുള്ള ഷെയ്ഡി പ്ലേസസ് ആണ് അവയ്ക്ക് ആവശ്യം. അവിടെ നിന്നാണ് ഫെർദർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ആ പ്രോതാലസ് എന്ന് പറയുന്നതിൽ നിന്ന് പിന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ട് ആണ് പിന്നീട് നമുക്ക് ഡോമിനൻ്റ് ആയിട്ടുള്ള ഫേസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെയാണ് ആ സ്പോറുകൾ ക്യാരി ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് സ്പോറോഫിൽസ്. ആ ഫേസാണ് ഇവിടെ ഡോമിനൻ്റ് ഫേസ്. മറ്റേ ഫേസ് അത്രയ്ക്കും ഡോമിനൻ്റ് നമുക്ക് വിസിബിൾ അല്ല, നമുക്ക് അത്രയ്ക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അത് ഡോമിനൻ്റ് ഫേസ് സ്പോറോഫൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗാമറ്റോഫൈറ്റ് ഫേസ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ആ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. മറ്റ് സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്,
ഈ പറയുന്ന എന്താ ചോദിച്ചാൽ സെലാജിനെല്ല സാൽവീനിയയിലൊക്കെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പോർ ബെയറിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. വാട്ട് ഈസ് ദർ നേച്ചർ, എന്താണ് അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഇതിലകത്ത് തന്നെ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കണം. ഒരു പേജിൽ നിങ്ങൾക്ക് കാണാം സെലാജിനെല്ല എന്ന് പറയുന്ന ഗ്രൂപ്പ് കാണാം, സാൽവീനിയ എന്ന് പറയുന്ന ഗ്രൂപ്പ് കാണാം, ഇക്യൂസിറ്റം കാണാം. അതുപോലെ തന്നെ ചില ഫേൺസ്, ആ ചിത്രങ്ങൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കണം കേട്ടോ, എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ എന്താണ് അവരുടെ സ്പെഷ്യാലിറ്റി? ഈ ടെറിഡോഫൈറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ദേ ക്യാരി എ സ്പെഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ദേ പോസസ് എ സ്പെഷ്യൽ നേച്ചർ കോൾഡ് ഹെറ്ററോസ്പോറി. അതിൻ്റെ സ്പോർസ് 2 ടൈപ്പ് കാണിക്കുന്നുണ്ട് ഇവയിൽ. ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ, they produce microspores and also megaspores. Micro means small, mega means large. 2 സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരിയിങ് സ്ട്രക്ചേഴ്സ്. ഇവിടെ മൈക്രോസ്പോർസ് further develop into male, then megaspores further develop into female. Microspore further germinate to produce male gametophyte and megaspores they further develop into female gametophyte. അപ്പോൾ അത്തരത്തിൽ 2 സ്പെസിഫിക് ആയിട്ടുള്ള സ്പോറുകൾ ക്യാരി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് സെലാജിനെല്ല സാൽവീനിയ പോലെയുള്ള ചില സ്ട്രക്ചേഴ്സിൽ നമുക്ക് വിസിബിളാണ്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് ഇതിൻ്റെ ഒരു ഹെട്രോസ്പോറി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. മറ്റൊരു സ്പെഷ്യൽ ക്യാരക്ടർ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതവിടെ കുറച്ച് കാലം റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രക്ചറിൽ ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഇൻ ദിസ് പ്ലാന്റ്സ് ആർ റീറ്റെയിൻ ഓൺ ദ പാരൻറ്റ് സ്പോറോഫൈറ്റ്സ് ഫോർ വേരിയബിൾ പീരീഡ്സ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് into young embryo takes place within the female gametophyte. ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ ഒരു ചെറിയൊരു എംബ്രിയോൻ്റെ ഒരു ഫോർമേഷൻ വരെ, സാധാരണ ഇതൊരു അഡ്വാൻസ്ഡ് ക്യാരക്ടറാണ്. നമ്മളിതിനി അടുത്ത അഡ്വാൻസ്ഡ് ഗ്രൂപ്പുകൾ പഠിക്കുമ്പോൾ ഇതിൽ പഠിക്കും. അപ്പോൾ ഒരു നമ്മളിപ്പോൾ മൊത്തത്തിലിപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഐഡിയ ഉണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ദെൻ അതിൽ നിന്നും എംബ്രിയോ ഫോർമേഷൻ അല്ലേ, പിന്നെ അതിൽ നിന്നും സീഡ്, ഇങ്ങനെയൊക്കെയുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഇവയിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റ്. സീഡ് ഹാബിറ്റിൻ്റെ തൊട്ട് മുന്നേ അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആരെ പറയാറുണ്ട്, ഈ പറയുന്ന ടെറിഡോഫൈറ്റ്സിനെ നമ്മൾ പറയാറുണ്ട്. സോ പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോൾ. ദാറ്റ് ബിലോങ്സ് ടു ടെറിഡോഫൈറ്റ. അപ്പോൾ നമ്മൾ ടെറിഡോഫൈറ്റയിൽ ചില ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടത്, ഒന്ന് ഏതാണ് ഡോമിനൻറ്റ് ഗ്രൂപ്പ്, ഏതാണ് ഡോമിനൻറ്റ് ഫേസ്, ദാറ്റ് ഈസ് സ്പോറോഫൈറ്റ്. ദെൻ പ്രോതാലസ് എന്താണ്? പ്രോതാലസ് നമ്മൾ കണ്ടു, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള എന്താ പറയുക ഗാമറ്റോഫൈറ്റ്സ് ആണ്. ഇൻകോൺസ്പിക്യസ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റ് സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോതാലസ് എന്ന് പറയാം. പിന്നെ ഹെറ്ററോസ്പോറി നമ്മൾ കണ്ടു, പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റ് കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് സാൽവീനിയ, അതുപോലെ തന്നെ സെലാജിനെല്ല പോലെയുള്ളതിൽ ഹെറ്ററോസ്പോറി കണ്ടു. ഇങ്ങനെ കുറേ വെറൈറ്റി ഓഫ് സ്ട്രക്ചേഴ്സ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ടെറിഡോഫൈറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനകത്തു നിന്നും പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള മറ്റു ചില ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. കണ്ടോ, അൺലൈക്ക് എ മെജോറിറ്റി ഓഫ് ദി ടെറിഡോഫൈറ്റ്, ജനറ ലൈക്ക് സെലാജിനെല്ല ആൻഡ് സാൽവീനിയ ഷോ എ യുണീക്ക് ഫീച്ചർ ഇൻ സ്പോർ ഫോർമേഷൻ. വാട്ട് ഈസ് ദിസ് ഫീച്ചർ? ഏതാണ്? ഹെറ്ററോസ്പോറി. ഓക്കെ, ബ്രീഫ്ലി കമൻറ്റ് ഓൺ ഇറ്റ് സിഗ്നിഫിക്കൻസ്. എന്താണ് ഹെറ്ററോസ്പോറിയുടെ പ്രത്യേകത? എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്? 2 ടൈപ്പ് സ്പോർ ഉണ്ട്, മൈക്രോസ്പോർ ഉണ്ട്, മെഗാസ്പോർ ഉണ്ട്. മൈക്രോസ്പോർ മെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ടും മെഗാസ്പോർ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ടും ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് വേണമെങ്കിൽ പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റും കൂടെ അതിനോട് ചേർത്ത് പറയാം. മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് A-B കോളമാണ്. നോക്കുക, പ്രോതാലസ്, സ്പോറോഫിൽസ്, കോറലോയിഡ് റൂട്ട്, പ്രോട്ടോണിമ. കോറലോയിഡ് റൂട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ഗ്രൂപ്പ് പറയുന്നതിലുള്ളതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിനകത്ത് പ്രോതാലസ് ഉണ്ട്, പ്രോട്ടോണിമ ഉണ്ട്, സ്പോറോഫിൽ ഉണ്ട് അല്ലേ. സ്പോറാഞ്ചിയ ബെയറിംഗ് ലീവ്സ് ആണ് സ്പോറോഫിൽ. പ്രോതാലസ് എന്താണ്? ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ് ആണ്. ദെൻ പ്രോട്ടോണിമ എന്താണ്? പ്രോട്ടോണിമ എന്ന് പറയുന്നത് മോസസ്. അത് അടയാളപ്പെടുത്താൻ അറിയണം. അതേ ക്വസ്റ്റ്യൻ തന്നെ പിന്നീടും വന്നിട്ടുണ്ട്. പ്രോതാലസ്, പ്രോട്ടോണിമ, ആന്ത്രീഡിയം ജെമ്മെ അല്ലേ. പ്രോതാലസ് എന്ന് പറയുമ്പോൾ എന്താണ്? താലോയിഡ് ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്. പ്രോട്ടോണിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഓഫ് മോസസ്. ആന്ത്രീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മെയിൽ സെക്സ് ഓർഗൻ ഇൻ ബ്രയോഫൈറ്റ്സ്. ജെമ്മെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെക്ഷൽ ബഡ്സ് ഇൻ ലിവർ വേർഡ്സ്. മറ്റൊരു ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രോട്ടോണിമ ആൻഡ് പ്രോതാലസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പോർഷൻസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്തത് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, അതിൽ നിന്നും വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജിംനോസ്പെംസ്, ആൻജിയോസ്പെംസ് കൂടാതെ മറ്റൊരു ചാപ്റ്ററും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ വന്ന ക്വസ്റ്റ്യൻസിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട. അത് വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനത് സ്പെസിഫൈ ചെയ്തു എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഞാൻ പറഞ്ഞല്ലോ പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് പഠിക്കാം. എന്തായാലും ടെക്സ്റ്റ് ബുക്ക് വായിക്കൽ മസ്റ്റാണ്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചിത്രവും നിങ്ങൾ വിടരുത്. അതുപോലെ തന്നെ കോളംസും വിടരുത്. അതൊക്കെ എക്സാമിനേഷൻ ഓഫ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ല മനസ്സോടുകൂടെ നല്ല ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് ഉഷാറായിട്ട് പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.